എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുപരിപാടിയിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, അതുപോലെ തന്നെ പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. MG യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2 പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോലും എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു അലോട്ട്മെൻറ്റാണ്. എന്തിന്? കോളേജിൽ പ്രവേശനം നേടി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു അലോട്ട്മെൻ്റ് ആയിരുന്നു SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 1ഉം 2ഉം. അപ്പോൾ ഇതിന് 1 പ്രസിദ്ധീകരിച്ചു, അതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2ഉം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട ഒരു പ്രൊസീജിയറാണ് യൂണിവേഴ്സിറ്റി ഫീ എന്നുള്ളത്. യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് 1575 രൂപയാണ്. 1575 രൂപയാണ് ഒരു വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി ഫീയിലേക്ക് അടയ്ക്കുന്നത്. ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ 1575 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെറും 50 രൂപ മാത്രമാണ്, വെറും 50 രൂപ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടി വരിക. കാരണം റിസർവേഷൻ കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ 50 രൂപ അടയ്ക്കും. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 1575 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 50 രൂപയും മാത്രമാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടിയുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ ഫീ അടയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു മൊബൈൽ നമ്പർ, ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീ അടച്ച് നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ച് നൽകുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി കോളേജ് ജോയിനിങ്. യൂണിവേഴ്സിറ്റി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾക്ക് കോളേജിൽ പോയി പ്രവേശനത്തിന് ഹാജരാകാൻ സാധിക്കും. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഘട്ടം എന്നുള്ളത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനത്തിനായിട്ട് നിങ്ങൾ ഹാജരാകുകയുമാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ, ഇപ്പം നിങ്ങളിപ്പം SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ ലഭിച്ച കോളേജിലേക്ക് നിങ്ങൾ അഡ്മിഷൻ മാറേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞത്, ഇപ്പം നിലവിൽ കോളേജിൽ ഒരു പെർമനൻ്റ് അഡ്മിഷൻ, നിലവിൽ കോളേജിൽ മറ്റേതെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും കോളേജിൽ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥി SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് പഴയ കോളേജിൽ തുടരാൻ സാധിക്കും, അതോ പുതിയ കോളേജിലേക്ക് പോകണമെന്നത് അത് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി കൃത്യമായി പറയുന്നുണ്ട്. ആ കാര്യം കൃത്യമായി യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ, നിങ്ങൾ SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കുകയും നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതെങ്കിലും അലോട്ട്മെൻറ്റായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കോളേജിൽ പ്രവേശനത്തിനായിട്ട് പോകേണ്ടതാണ്. അതിപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും, തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും, അല്ലെങ്കിൽ SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഒന്നിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചു. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചെങ്കിൽ നിങ്ങൾ ഈ കിട്ടിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് മാറേണ്ടതാണ്. ഈ കിട്ടിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് മാറിപ്പോകണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുമെന്ന് മാത്രമല്ല, തുടർന്നുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ, അതിപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയൊരു കുട്ടിയാണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഈ SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2വിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ ലഭിച്ചെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ലഭിച്ച ഓപ്ഷൻ ക്യാൻസൽ ആകുകയും നിങ്ങൾ
പ്രവേശനം പുതിയ ലഭിച്ച കോളേജിലേക്കും പുതിയ ലഭിച്ച കോഴ്സിലേക്കും പ്രവേശനം മാറണം. അതായത് നിങ്ങൾ മുന്നേ അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ഈ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുകയും നിങ്ങൾക്ക് ഇതിലൊരു ഈ SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2ൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലഭിച്ച കോളേജിലേക്കും കോഴ്സിലേക്കും മാറണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടമാകും. അതുപോലെ തന്നെ മുന്നേ നിങ്ങൾ പഠിക്കുന്ന ഓപ്ഷൻ ഉൾപ്പെടെയുള്ളവ നഷ്ടമാകും എന്ന് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ച കോളേജാണ് നിങ്ങളുടെ പെർമനൻറ്റ് കോളേജ്. മുന്നേ ഉണ്ടായിരുന്ന കോളേജിൽ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകുകയാണ്. അപ്പോൾ നിങ്ങൾ പുതിയ കോളേജിലാണ് ഇനി പ്രവേശനത്തിനായിട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നല്ല, പെർമനൻ്റ് ആയിട്ട് മാത്രമേ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാൻ കോളേജിൽ പെർമനൻ്റ് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ടെമ്പററി ആയിട്ട് ഒരു കുട്ടിക്ക് പോലും ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിലും നിങ്ങൾ തൃപ്തരല്ലെങ്കിലും നിങ്ങൾ കോളേജിൽ ഫീസ് അടച്ച് പെർമനൻ്റ് അഡ്മിഷൻ നേടണം. അത് നിങ്ങൾക്കിപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിലും ഇഷ്ടമുള്ള കോഴ്സാണെങ്കിലും, ഇനിയിപ്പം ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ച് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിർബന്ധമായും കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവണം. കോളേജിൽ പ്രവേശനത്തിനായിട്ടുള്ള ഹാജരാകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മാസം 14 തീയതി വരെയാണ് വിദ്യാർത്ഥികളോട് കോളേജിൽ ഹാജരാകാൻ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുകയും ശേഷം നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസം 14 തീയതിയാണ്. ജൂലൈ മാസം 14 മുമ്പ് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നിങ്ങൾ ഹാജരാവണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടമാകും. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടമാകും. ഇനി മുന്നത്തെ അലോട്ട്മെൻറ്റിലൊന്നും കിട്ടാതെ ഇപ്പോഴത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ജനറൽ കാറ്റഗറിക്ക് 1575 രൂപയാണ് അടയ്ക്കേണ്ടത്. 1575 രൂപ. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 50 രൂപ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീസ് അടയ്ക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് നമ്മുടെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് അടച്ച് നൽകുന്നതായിരിക്കും. തീർച്ചയായും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും നിങ്ങളെ അറിയിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിന് മിസ്കൃത ഫൗണ്ടർ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.